ആകാശവാണി തിരുവനന്തപുരം. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പക്ഷിപ്പനി. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വളർത്തു പക്ഷികൾക്ക് വരുന്ന ഒരേ ഒരു രോഗം കോഴി വസന്തയായിരുന്നു. അതും ഏതെങ്കിലും ഒരു വീട്ടിലെ കോഴികൾക്ക് വരും. അതിൽ ചിലത് ചത്തുപോകും. ഒരു പ്രദേശമാകെ പടർന്നു പിടിക്കുന്ന രീതിയൊന്നും അന്നില്ല. ഓരോ വീട്ടിലും അവരുടെ ആവശ്യത്തിനുള്ള കോഴികളെയും താറാവിനെയും മാത്രമേ വളർത്തിയിരുന്നുള്ളൂ. മുട്ടയ്ക്കായിരുന്നു കൂടുതൽ ആവശ്യം. എന്തിനും ഏതിനും മാംസ ഭക്ഷണം വിഭവമാക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് കേരളീയ ജനത മാറിയപ്പോൾ കോഴി, താറാവ് തുടങ്ങിയവയെ കച്ചവടാടിസ്ഥാനത്തിൽ വളർത്താനും പരിപാലിക്കാനും തുടങ്ങി. ഒട്ടേറെ പേർക്ക് ജീവിതമാർഗമായും അത് മാറി. പക്ഷികളിൽ വരുന്ന വൈറൽ പനിയാണ് പക്ഷിപ്പനി. ഏവിയൽ ഇൻഫ്ലുവൻസ വൈറസാണ് പനിക്ക് കാരണമാകുന്നത്. പെട്ടെന്ന് പടരുന്നതിനാൽ പക്ഷികൾ കൂട്ടത്തോടെ ചാകും. ദേശാടന പക്ഷികളുടെ കാഷ്ടം വഴിയും വായുവിലൂടെയുമാണ് കൂടുതലും രോഗം പിടിപെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് 2006 അത് മഹാരാഷ്ട്രയിലായിരുന്നു. എന്നാൽ കേരളത്തിൽ 2014 ആദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം എല്ലാ വർഷവും കേരളത്തിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വർഷം വളർത്തു പക്ഷികളിൽ മാത്രമല്ല കാക്കകളിലും കൊക്കുകളിലും പക്ഷിപ്പനി കണ്ടു എന്നുള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. രോഗബാധിതരായ പക്ഷികളെ മാത്രമല്ല 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പക്ഷികളെയും ദയാവധത്തിനിരയാക്കുകയാണ് ചെയ്യുന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇപ്പോൾ രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷിപ്പനിയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും നിയന്ത്രണത്തിന് സ്വീകരിച്ച മാർഗങ്ങളെക്കുറിച്ചും കോട്ടയം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ KM ബിജിമോൾ വാർത്താ തരംഗിണിയോട്. ഈ പക്ഷിപ്പനിയുടെ ലക്ഷണങ്ങള് ആദ്യം തന്നെ ഇത് തൂങ്ങി നിൽക്കുന്നതായിട്ടും, താറാവുകളാണെങ്കിൽ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ തല ഇങ്ങനെ ചുറ്റി ഒരു ടോർട്ടിക്കോളിസ് ചുഴലീദീനത്തിന്റെ ഒരു ലക്ഷണത്തോടു കൂടി താറാവുകൾ വെള്ളത്തിൽ കൂടി നടക്കുന്നത് കാണാം. പിന്നെ ഇതിനെ പിടിച്ചു നോക്കുകയാണെങ്കിൽ കണ്ണ് നല്ല നീല നിറത്തില് ആയിരിക്കും. പിന്നെ ടെമ്പറേച്ചർ ഉണ്ട്. പിന്നെ ഒരു വശം താന്ന് ചിറക് താത്തിയായിരിക്കും കൂടുതലും നടക്കുന്നത്. പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ ഡെത്ത് സംഭവിക്കും. അത് ആദ്യത്തെ ദിവസം വളരെ കുറച്ചാണെങ്കിൽ ഒരു ഫ്ലോക്കില് ഇപ്പൊ ഒരു 10 എണ്ണത്തിന് ഡെത്താ കാണുന്നെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ അതൊരു 100, 200 അങ്ങനെ ആ ഫ്ലോക്ക് ഒരു 5 ദിവസം കൊണ്ട് ഏകദേശം ഡെത്ത് സംഭവിച്ച് തീരുന്നതാണ്. കേന്ദ്ര സർക്കാർ മാനദണ്ഡം അനുസരിച്ച് രോഗം കണ്ടെത്തുന്ന പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ പക്ഷികളെയും മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദ്രുതകർമ്മ സേന രൂപീകരിക്കുകയും ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ഈ സർവൈലൻസ് ഏരിയ 9 കിലോമീറ്റർ ചുറ്റളവില്, അതായത് രോഗബാധ നിയന്ത്രണത്തിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പിന്റെയും പോലീസിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹായത്തോടെ പക്ഷികളെയും പക്ഷികളുടെ ഉൽപ്പന്നങ്ങളെയും നീക്കം നിരോധിക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. 2014 മുതൽ ഇതുവരെ മൃഗസംരക്ഷണ വകുപ്പിന്റെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം റീജിയണൽ പോൾട്രി ഫാം, പത്തനംതിട്ടയിലെ നിരണം ഡക്ക് ഫാം, ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി, കോട്ടയം ജില്ലയിലെ തന്നെ മണർകാട് റീജിയണൽ പോൾട്രി ഫാം എന്നിവയും പക്ഷിപ്പനിയുടെ പിടിയിൽ അമർന്നു. 2024 മുൻപെങ്ങും ഇല്ലാത്ത വിധം കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ മാത്രം 30 പ്രഭവ കേന്ദ്രങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1.5 ലക്ഷത്തിലധികം വളർത്തു പക്ഷികളെ കൊന്നെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ രോഗവ്യാപനത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന ഒന്നാണ്. സാധാരണയായി താറാവുകളിലാണ് കൂടുതൽ കണ്ടുവരുന്നതെങ്കിലും 2014 മുട്ടക്കോഴികളിലും ഇറച്ചിക്കോഴികളിലും വ്യാപകമായി ബാധിച്ചിട്ടുണ്ടെന്നതൊരു ദുഃഖകരമായ സത്യം തന്നെയാണ്. ഇനി കോട്ടയം ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ കോട്ടയം ജില്ലയിൽ ഇപ്പോൾ 4 പ്രഭവ കേന്ദ്രമാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ഇപ്പോൾ നമ്മൾ സാമ്പിളുകൾ അയച്ചതില് കാക്ക, കൊക്ക്, മയില്, പരുന്ത് ഇത്രയും ബേർഡ്സിലും പക്ഷിപ്പനി പോസിറ്റീവായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് നമുക്ക് ഇന്നലെ ദേനാപുരം പഞ്ചായത്തിലാണ് നമ്മൾ പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയും കള്ളിങ് നടത്തുകയും ചെയ്തത്. അവിടെ
7,000-ത്തിനടുത്ത് ബേർഡ്സിനെ കള്ളി ചെയ്തിട്ടുണ്ട്. കുട്ടനാട് പ്രദേശത്തോട് ചേർന്ന് വരുന്ന അപ്പർ കുട്ടനാട് ഏരിയ ആയതുകൊണ്ട് അവിടെയെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് നമുക്ക് ഇതിനെ മറവ് ചെയ്യുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എല്ലാം ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷവും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിൽ വളർത്തുപക്ഷികളെ വളർത്തുന്നത് ഉപജീവനമാർഗമായി കാണുന്നവർ വളരെ ആശങ്കയിലുമാണ്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ. ഇവിടെ ആലപ്പുഴ ജില്ലയിൽ പല പഞ്ചായത്തുകളിലും പക്ഷിപ്പനി ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. മുഹമ്മയിൽ ജൂൺ ആദ്യവാരം സ്ഥിരീകരിച്ചിരുന്നു. അവിടെ കള്ളിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. മുഹമ്മയുടെ തൊട്ട് ചേർന്നുള്ള പഞ്ചായത്താണ് കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴിയിലും കഴിഞ്ഞ ജൂൺ മാസം 15-ാം തീയതിയാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. ഏതാണ്ട് 1625ഓളം കോഴികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കേണ്ടി വന്നിട്ടുള്ളത്. അതിനകത്ത് 1389 കോഴിയും 223 താറാവും ഉൾപ്പെടെയാണ് 1625 എണ്ണത്തിന് ദയാവധത്തിന് വിധേയമാക്കി. ആരോഗ്യ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പുമെല്ലാം വളരെ ജാഗ്രതയോടുകൂടി ഈ ദുരന്തം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കർക്കശമായ നടപടികൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ താറാവ് കൃഷിയും കോഴി കൃഷിയും ഒക്കെ നടത്തുന്ന ഒട്ടേറെ കർഷകർ ആലപ്പുഴയിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ബാധ്യതയാണ് ഈ പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ ഇവർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പരിമിതമായ ആനുകൂല്യമാണ് എത്തുന്നത് എന്നുള്ളത് കർഷകർ പരാതിയായി പറയുന്നുണ്ട്. എങ്കിലും സർക്കാരിന്റെ എല്ലാ ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട സഹായങ്ങളുമായി ഉണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. ആരോഗ്യ മേഖല ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിലാണെങ്കിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ശക്തമായി അതിന് ടീം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വീടുവിടാന്തരം കയറി ആൾക്കാരെ ബോധവൽക്കരിക്കുന്നുണ്ട്. കഞ്ഞിക്കുഴിയാണെങ്കിൽ കാർഷിക മേഖലയാണ്. ഇവിടുത്തെ കർഷകർ കൂടുതലായി ഉപയോഗിക്കുന്ന വളം കോഴിക്കാഷ്ടമാണ്. അതിൻ്റെതായ വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായി. ഓണക്കാല കൃഷി കഞ്ഞിക്കുഴി ആരംഭിക്കാൻ പോകുമ്പോൾ ഈ കോഴിക്കാഷ്ടം പോലുള്ള വളങ്ങളാണ് ഇവിടെ അടിവളമായി പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ കർക്കശമായി പറഞ്ഞതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നുമൊക്കെയാണ് ഇങ്ങോട്ട് കോഴിക്കാഷ്ടം എത്തുന്നത്. അതിന്റെ വിപണനം നിരോധിച്ചത് കൊണ്ട് തന്നെ കർഷകർക്ക് അത് ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കർഷകരും വലിയ പ്രതിസന്ധിയിലേക്ക് വരുന്നു എന്നുള്ളത് ഞങ്ങളിൽ വലിയ ആശങ്ക പടർത്തുകയാണ്. എന്തായാലും പക്ഷിപ്പനി പ്രതിരോധിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാർഷിക വൃത്തിയിൽ നിന്ന് ഏറെ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് പിന്മാറാതെ എങ്ങനെയൊക്കെ പരിഹാര മാർഗങ്ങൾ തേടാമെന്ന് പറയുകയാണ് ഫാം ഉടമസ്ഥനായ സുനിൽ. ഞാൻ 1000 തൊട്ട് 2000 കോഴി വരെ വളർത്തുന്നുണ്ട്. എന്റെ കയ്യിൽ ഒരു ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് കിട്ടുന്നത്. അത് തമിഴ്നാട്ടിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത്. ഈ കോഴിക്കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡിംഗ് ചെയ്യണം. അതായത് 4 ബൾബ് 1000 കോഴിക്ക് 4 200 ബൾബ് ഇടണം. അതിന്റെ താഴത്ത് വേണം കോഴിക്കുഞ്ഞുങ്ങളും ഇടാൻ. അത് നമ്മൾ ചകിരിച്ചോറ് കൊണ്ട് ബഡ് ഇണക്കി അതിന്റെ മുകളിൽ കുഞ്ഞു വരുന്ന 5 ദിവസം വരെ നമ്മൾ പേപ്പർ ഇട്ടാണ് ഇതുങ്ങളെ കിടത്തുന്നത്. അത് കഴിഞ്ഞാണ് പേപ്പർ മാറ്റും. 7 ദിവസം കഴിഞ്ഞ് വളർച്ചയ്ക്കനുസരിച്ച് വെള്ളവും തീറ്റയും അതോടൊപ്പം മെഡിസിനും കൃത്യമായ രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞിന് 40 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഒരു കോഴി വളർച്ച പൂർത്തീകരിക്കുമ്പോൾ 180 രൂപ മുതൽ 190 രൂപ വരെ ഇപ്പോൾ ചെലവ് വരുന്നുണ്ട്. 1000 കോഴി വളർത്തുമ്പോൾ 10 മുതൽ 200 എണ്ണം വരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചാകുന്നു. കോഴിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുമ്പോഴുള്ള അപാകതയാണ് ഇതിന് കാരണം. ഇതെല്ലാം ഞങ്ങൾ കർഷകരാണ് സഹിക്കേണ്ടത്. കോഴി വസന്ത, പക്ഷിപ്പനി തുടങ്ങിയ അസുഖങ്ങൾ വരുമ്പോൾ കർഷകന് ബുദ്ധിമുട്ടുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കോഴി വളർത്തുന്നതിന് കറണ്ട്, വെള്ളം, കെട്ടിട നികുതി എല്ലാം സർക്കാർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ സർക്കാർ അത് നമുക്ക് ചെയ്തു തരണമെന്നാണ് ഞങ്ങൾ കർഷകർ പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കോഴി കർഷകരെ സഹായിക്കാൻ പ്രത്യേക പാക്കേജ് തന്നെ വേണം. ഒരുപാട് കുടുംബങ്ങൾ കോഴി വളർത്തിനെ ആശ്രയിച്ചും കോഴി നേരിട്ട് വളർത്തിയും അല്ലാതെയും ഒരുപാട് കുഞ്ഞുങ്ങൾ ചങ്ങലയാണ്. ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. ഇത് കോഴി വളർത്തി കോഴി പിടിക്കുന്നവരുണ്ട്, കോഴി ഈ പണി ചെയ്യുന്നവരുണ്ട്, ഇത് വണ്ടിയെ കൊണ്ടുപോയി സെയിൽ നടത്തുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഈ കോഴിയെ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. തമിഴ്നാടിനെ ആശ്രയിച്ചാണ് നമ്മൾ 90% കോഴി വളർത്തുന്നത്. അവിടുന്നാണ് ഒരു ചാക്ക് തീറ്റയ്ക്ക് ഇപ്പോൾ 1950 രൂപ ഈ കഴിഞ്ഞ ബാച്ചിൽ ഞങ്ങൾ വളർത്തിയപ്പോൾ ഞാൻ കൊടുത്തു. കോഴി കർഷകർക്ക് ആവശ്യമായ ഇറച്ചിക്കോഴികളെ നമ്മുടെ സർക്കാർ തന്നെ ഇവിടെ അതിനുള്ള മാർഗം ഉണ്ടാക്കണം. ഇപ്പൊ തന്നെ നമ്മുടെ കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലത്ത് കോഴി വളർത്തുന്നുണ്ട്. ഈ തമിഴ്നാടിനെ ആശ്രയിച്ചാണ് ഈ കുഞ്ഞുങ്ങളെ ഇറക്കുന്നത്. അത് നിർത്തിയിട്ട് നമ്മുടെ സർക്കാർ കേരളത്തിലെ ഇവിടെ നല്ലൊരു ഫാം ഹാച്ചർ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്നാണ് ഇതിനോട് അനുമതി പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ലാബ് ഇവിടെയില്ല. ലാബ് അന്യ സംസ്ഥാനത്താണ്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ലാബ് തന്നെ വേണം. ഇത് പക്ഷിപ്പനി നിരീക്ഷിക്കാനായിട്ട് പ്രത്യേക സംവിധാനം തന്നെ വേണം. അതുപോലെ തന്നെ എവിടെ നിന്നാണ് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം കേന്ദ്ര സർക്കാർ കൂടെ ഇതിനകത്ത് പങ്കാളിയായിട്ട് ട്രോളിംഗ് വരുമ്പോൾ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ഇപ്പോൾ ധനസഹായം സർക്കാർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഴി കർഷകർക്കും കൊടുക്കണമെന്ന് ആണ് ഇതോടനുബന്ധിച്ച് പറയാനുള്ളത്.
മനുഷ്യരിലേക്ക് രോഗം പടരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പക്ഷിപ്പനിയുടെ പ്രത്യേകത. പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം ആദ്യം പടർന്നത് 1997 ലോകാരോഗ്യ സംഘടന വിലയിരുത്തുന്നു. ചൈനയിലെ ഹോങ്കോങ്ങിലാണ് പക്ഷിപ്പനി ആദ്യമായി മനുഷ്യരിലേക്ക് പടർന്നത്. പനി പിടിച്ച് അന്ന് ഒട്ടേറെ മരണങ്ങളുണ്ടായി. ചൈനയ്ക്ക് പിന്നാലെ ഏഷ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും പക്ഷിപ്പനി മനുഷ്യനിലേക്ക് പടർന്നു. 2003 2004 ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലും ആഫ്രിക്കയിലേക്കുമൊക്കെ രോഗമെത്തി. H5N1 എന്ന പക്ഷിപ്പനി മനുഷ്യരിൽ H1N1 ആയാണ് കാണാറ്. മനുഷ്യർക്ക് പക്ഷിപ്പനി വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതൽ എടുക്കാം എന്നത് വിശദീകരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ റീത്ത KP. കേസുകൾ കൂടുതലായി വരുന്ന ഒരു സാഹചര്യത്തിൽ അത് ഒരു പക്ഷെ മനുഷ്യരിലേക്കും പടരാൻ സാധ്യതയുണ്ട്. ഈ ചത്ത പക്ഷികളോ അല്ലെങ്കിൽ കോഴികളെയോ കൈകാര്യം ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് അവർ കയ്യുറ ധരിച്ചു എന്നും അതിനനുസരിച്ചുള്ള മാസ്ക് ഇടുകയും നമ്മുടെ ശരീരത്തിലൂടെ വൈറസ് കയറാതിരിക്കുന്ന രീതിയിലുള്ള ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അതായത് കയ്യുറ ഇടുകയും ശരീരം മൊത്തം ചെയ്യുകയും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി കൈകാലുകൾ കഴുകി നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ചത്തുപോയ പക്ഷികളോ അല്ലെങ്കിൽ കോഴികളെയോ നമ്മൾ ഇതാക്കുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് 10 ദിവസം നമ്മൾ ഇതിന് പ്രതിരോധ ഗുളികകൾ കൊടുക്കും. കാരണം പ്രതിരോധ ഗുളികകൾ കൊടുക്കുന്നത് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് H5N1 വിഭാഗത്തിൽപ്പെട്ട വൈറസ് ആണ് നമുക്ക് ഈ പക്ഷിപ്പനി ഉണ്ടാക്കുന്നത്. എന്നാൽ മനുഷ്യരിലേക്ക് ആകുമ്പോൾ H1N1 കേസസും നമുക്ക് ആണ് സാധാരണ കണ്ടുവരുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ പ്രതിരോധ ഗുളികയായിട്ടുള്ള ഓസൽറ്റാമൈവിൽ ഗുളിക നമ്മൾ 10 ദിവസം ഇതുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളെ മാറ്റിയിരുത്തുകയും അവർക്ക് ഈ ഗുളികകൾ കൃത്യമായി കൊടുക്കുകയും പിന്നെ അവർക്ക് പനിയോ മറ്റു ലക്ഷണങ്ങളോ കാണുകയാണെങ്കിൽ അതിന് മൂക്കിൽ നിന്നുള്ള സ്രവം എടുത്ത് ടെസ്റ്റ് ചെയ്യും, സ്വാബിലാക്കി നമ്മൾ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പോസിറ്റീവ് നമുക്ക് ഇപ്പം ഉള്ള കേസുകളിലെല്ലാം തന്നെ നമ്മൾ ഒരുപാട് ആളുകളെ അങ്ങനെയുള്ള ആളുകളുടെ സ്വാബുകൾ പരിശോധിക്കുകയും അതിലൊന്നും നമുക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടില്ല. ഇത് എഫക്റ്റഡ് ആയിട്ടുള്ള മറ്റുള്ള പക്ഷികളെ കൊല്ലുന്ന സമയത്ത് അതിന് കള്ളിംഗ് ആണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. അപ്പൊ ആ കള്ളിംഗ് ചെയ്യുന്ന അവസരങ്ങളിൽ അതിന് കള്ളിങ്ങിന് വേണ്ടി ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ അവരെ ഫുള്ളായിട്ട് PPE അതായത് പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് ഇതിട്ടിട്ടാണ് ഓറിയിട്ടിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇതുമായിട്ട് കൈകാര്യം ചെയ്യുന്ന വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റിലെ ബാക്കിയുള്ള ആളുകൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ സൊല്യൂഷൻ ആക്കി നമ്മൾ ഈ ഓസൽറ്റാമൈവ് ടാബ്ലറ്റ് നമ്മൾ കൊടുക്കും. പക്ഷെ ഇപ്പം പുതുതായിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കാക്കകൾ കൂട്ടത്തോടെ ചെത്തൊടുങ്ങുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു. അപ്പൊ ആ കാക്കകൾ ഇതാക്കുമ്പോൾ അതിന്റെ ബോഡി പാർട്സ് എടുത്ത് നമ്മൾ ടെസ്റ്റിംഗ് അയക്കും. ഭോപ്പാലാണ് ആ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ ആ ടെസ്റ്റിംഗ് ചെയ്തതിനകത്തും കാക്കകളിലും ഈ വൈറസ് പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാക്കകൾക്ക് ഇത് വന്നതുകൊണ്ട് നമ്മൾ അതിജാഗ്രത പാലിക്കേണ്ട കാര്യമാണ്. കാരണം ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ മാത്രമല്ല ബാക്കിയുള്ള ജില്ലകളിലും ഇത് വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. പരിശോധനയ്ക്ക് നമ്മൾ വിടാൻ നിർദ്ദേശം എല്ലാ ജില്ലകൾക്കും നമ്മൾ നൽകിയിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിലെ PRO ഡോക്ടർ ഗോപകുമാർ. വിവിധതരം വകഭേദങ്ങളുള്ള പക്ഷിപ്പനി വൈറസുകളിൽ ഏറ്റവും തീവ്രത കൂടിയ ഇനമായ H5N1 എന്ന വിഭാഗത്തിൽപ്പെട്ട വൈറസാണ് ഇപ്പോൾ ആലപ്പുഴയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും പക്ഷിപ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ പക്ഷിപ്പനി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ആക്ഷൻ പ്ലാൻ അനുസരിച്ചാണ്. അതനുസരിച്ചുള്ള നടപടികളാണ് മുൻവർഷങ്ങളിലെന്ന പോലെ ഈ വർഷവും നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഈ രോഗവ്യാപനത്തിന്റെ കാരണവും മറ്റും കണ്ടെത്തുന്നതിന് ഒരു പഠന സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. പലർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് കോഴിയിറച്ചിയും കോഴിമുട്ടയും ഒക്കെ കഴിക്കാമോ എന്നുള്ളത്. മലയാളികളുടെ ആഹാര രീതി ശരിക്കും നല്ലപോലെ വേവിച്ച് കഴിക്കുന്നതിനാൽ നമുക്ക് ഈ ശരിക്കും പക്ഷിപ്പനിയെക്കുറിച്ച് ഒരു ആശങ്കയുടെ ഒരു ആവശ്യമേ ഇല്ല. നന്നായി പാകം ചെയ്ത മാംസവും മുട്ട മാത്രം ഉപയോഗിക്കുക. മുട്ട കഴിക്കുമ്പോൾ ബുൾസൈ പോലുള്ള പാതിവെന്ത അതൊക്കെ ഒഴിവാക്കുക. ചത്തതോ അല്ലെങ്കിൽ രോഗം ബാധിച്ച പക്ഷികളെ അല്ലെങ്കിൽ ദേശാടന കിളികളെയോ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ വന്നാൽ കയ്യുറയും മാസ്കും ഒക്കെ ഉപയോഗിച്ച് മാത്രം അവ കൈകാര്യം ചെയ്യുക. കോഴിക്കോടും മറ്റുള്ള ഈ സ്ഥലങ്ങളെ ശുചീകരിക്കുന്നതിന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, കുമ്മായം എന്നിവയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പരിഭ്രാന്തരാകേണ്ട ഒരാവശ്യവുമില്ല. ജാഗ്രത മതി. പക്ഷിപ്പനി നമുക്ക് നേരിടാൻ കഴിയും. പകർച്ചവ്യാധികളിൽ നിന്നും വൈറസുകളിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കണമെങ്കിൽ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ജീവിതത്തിൽ നിർബന്ധമാക്കിയേ മതിയാവൂ. രോഗങ്ങൾ വരുമ്പോഴല്ലാതെ ഈ നിഷ്ഠകൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക. വീട്ടിലും പൊതു ഇടങ്ങളിലും മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ നടത്തുക. ഒരു പരിധിവരെ മാലിന്യ സംസ്കരണം സർക്കാരിന്റെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ. അതിന് മുൻഗണന നൽകുക. കർഷകർക്ക് ഭീമമായ നഷ്ടം നേരിടുന്ന സാഹചര്യത്തിലും പൊതുജന ആരോഗ്യത്തെ കരുതിയിട്ടുള്ള മുൻകരുതലിന്റെ ഭാഗമായി സർക്കാരിന്റെ പക്ഷത്തു നിന്നും ഊർജിത പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലെങ്കിലും പക്ഷിപ്പനിക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത VS. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.